the ball in, the Betcha! ലിസണേഴ്സ്, എല്ലാവർക്കും ഗോഡ്സ് ഓൺ ഫുട്ബോളിന്റെ മലയാളം പോഡ്കാസ്റ്റിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് ഒരു പറ്റം പുതിയ ടോപ്പിക്സുമായിട്ടാണ്. കുറെ രണ്ട് മൂന്ന് ഇൻട്രസ്റ്റിംഗ് ആയ വിഷയങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതോടൊപ്പം നമ്മൾ നമ്മുടെ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ മുൻകൂട്ടി അറിയിച്ചതുപോലെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ലിസണേഴ്സിൽ നിന്നും. അപ്പോ അവരുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ഞങ്ങൾ കഴിയുന്നത്ര എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസേഴ്സും തരുന്നതായിരിക്കും. അങ്ങനെ ഒരു സ്പെഷ്യൽ സെഷൻ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സെക്കൻഡ് എപ്പിസോഡ് റിലീസ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസംബർ തുടക്കത്തില് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അർജുൻ ജയരാജ് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് രണ്ട് കൂട്ടരും മ്യൂച്വൽ കൺസെന്റില് അവരുടെ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചതിന് ശേഷം അർജുൻ ജയരാജ് ആ ക്ലബ്ബ് വിട്ടു എന്നുള്ളത്. അപ്പോ 2-3 ആഴ്ചത്തെ നെഗോഷിയേഷൻസിന് ശേഷം നമ്മൾ അതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ടായി. ആൾക്ക് ISL ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ഉണ്ട്, 2-3 I League ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അതിന്റെ ഇടയിൽ കേട്ടു. പക്ഷെ 2-3 ആഴ്ചത്തെ നെഗോസിയേഷൻസിനെല്ലാം ശേഷം ആള് ജോയിൻ ചെയ്തത് നമ്മുടെ അടുത്ത കൊല്ലം ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ കളിക്കാൻ ഉദ്ദേശിക്കുന്ന, ഈ സീസണിൽ കേരള പ്രീമിയർ ലീഗ് കളിക്കാൻ തയ്യാറെടുക്കുന്ന കേരള യുണൈറ്റഡ് FC-യിലാണ്. അപ്പൊ കേരള യുണൈറ്റഡ് FC-യെ പറ്റി ഞങ്ങൾ വിശദമായി ഇതിനു മുമ്പ് ഉള്ള എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു. പ്രീമിയർ ലീഗ് ക്ലബ്ബായ ഷെഫീൽഡ് യുണൈറ്റഡിന്റെ ഓണേഴ്സ് ദ യുണൈറ്റഡ് വേൾഡ് എന്ന് പറയുന്ന അറേബ്യൻ കൺസോർഷ്യം സ്വന്തമാക്കിയ ഏറ്റവും പുതിയ ക്ലബ്ബാണ് കേരള യുണൈറ്റഡ്. പണ്ട് കോട്സ് FC എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. യുണൈറ്റഡ് വേൾഡ് ഏറ്റെടുത്തതിന് ശേഷം അത് കേരള യുണൈറ്റഡ് ആയി. അവരൊരു പറ്റം താരങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ട്. ഗാർവാൾ FC-യിലും ഗൂഗിൾ FC-യിലും ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് ഷഫീർ, അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൽ റിസർവ്സിലൊക്കെ അംഗമായിരുന്ന ഋഷിദത്ത്, അവരോടൊപ്പം വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈനിങ് ആണ് അർജുൻ ജയരാജ്. അപ്പോ അങ്ങനെ ഗോകുലം കേരള ബ്ലാസ്റ്റേഴ്സ്, ഇപ്പൊ കേരള യുണൈറ്റഡ്, അങ്ങനെ കേരളത്തിൽ നിന്നും എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രശസ്തമായി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന 3 ക്ലബിലും കളിക്കുന്ന, എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ഏർലിയസ്റ്റ് പ്ലെയേഴ്സ് ആവും അർജുൻ ജയരാജ്. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് കൃഷ്ണൻ ബ്രോയിലോട്ട് തന്നെ ചെല്ലാം. എന്താണ് ബ്രോ താങ്കൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്, ഈ അർജുൻ ജയരാജിന്റെ ലേറ്റസ്റ്റ് മൂവിനെ പറ്റി? അല്ല, ഹരി പറഞ്ഞ പോലെ നമ്മൾ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ID ക്ലബ്സിൽ നിന്നും ISL ക്ലബ്സിൽ നിന്നും വരെ അർജുൻ ജയരാജിന് ഓഫർ ഉണ്ടെന്നാണ്. എന്നിട്ടും പുള്ളി സെലക്ട് ചെയ്തത് കേരള യുണൈറ്റഡ് ആണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല സെലക്ഷൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു പരിക്കിന്ന് തിരിച്ചു വരുന്ന ഒരു ഇതാണ്. സോ മാച്ച് ഫിറ്റ്നസ് തിരിച്ചെടുക്കണം, കുറച്ച് മാച്ചസ് കളിക്കണം. അപ്പോൾ ഡയറക്റ്റ്ലി പോയിട്ട് ഫസ്റ്റ് ഡിവിഷനിലോ അല്ലെങ്കിൽ I ലീഗിലോ ഒക്കെ കളിക്കേണ്ട ഒരു ഇത് ഇപ്പം ഇല്ല. ഇപ്പോൾ കേരള യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ വർഷം കേരള പ്രീമിയർ ലീഗ് മാത്രമാണ് കളിക്കുന്നത്. അടുത്തത് I ലീഗ് സെക്കൻഡ് ഡിവിഷൻ കളിക്കുന്നുള്ളൊരു എയിമിലാണ് അവർ പോകുന്നത്. പിന്നെ ഒരു എന്താ പറയുക, ഒരു പുതിയ ഒരു ക്ലബ്ബ് മൂവ്മെൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത പോലെ അവർക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അർജുൻ ജയരാജിനെ ക്യാപ്റ്റനായിട്ടാണ് സൈൻ ചെയ്തേക്കുന്നതെന്നൊക്കെയാണ് അറിയപ്പെട്ടത്. എനിക്കത് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ. ഇനി അവരുടെ കേരള പ്രീമിയർ ലീഗിന് അവരുടെ സ്കോഡും എല്ലാം വന്നാലേ നമുക്കത് ക്ലിയർ ആയിട്ട്. എന്തായാലും ഒരു സീനിയർ പ്ലെയർ തന്നെയാണ് അവിടുത്തെ. അപ്പോൾ അവിടുത്തെ ഉള്ളൊരു യങ്സ്റ്റേഴ്സിന് ലുക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സീനിയർ പ്ലെയർ തന്നെയാണ്. അർജുൻ ജയരാജ് എങ്ങാണ് കേട്ടോ, എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് സീനിയർ പ്ലെയർ തന്നെയാണ്. അപ്പോൾ നല്ലൊരു സൈനിങ് ആണ്. ഇനി പുള്ളിക്ക് KPL കളിക്കുകയാണെങ്കിൽ പുള്ളിക്ക് ആ ഒരു മാച്ച് ഫിറ്റ്നസ് ഒക്കെ തിരിച്ചെടുക്കാൻ പറ്റും. മേ ബി
ഒരു നല്ല പ്രകടനം കേരള യുണൈറ്റഡിന് KPL കാണിക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ എപ്പോഴാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്നാൽ അതിലും ഒരു നല്ല പെർഫോമൻസ് കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ മേ ബി പിന്നെ ഒരു സ്റ്റെപ്പ് അപ്പ് ആലോചിക്കാം. മേ ബി കേരള യുണൈറ്റഡ് തന്നെ സ്റ്റെപ്പ് അപ്പ് ഐ ലീഗിലേക്ക് വന്ന് ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ജയിച്ച് ഐ ലീഗിലേക്ക് വരികയോ ഇല്ലെങ്കിൽ ഒരു അപ്പോൾ ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ബോത്ത് ഫോർ ക്ലബിന് നോക്കിയാലും ഒരു നല്ല പ്ലെയറിനെ കിട്ടുന്നു, ഒരു ടൈൽസ്മാൻ എന്ന് പറയിപ്പിക്കാവുന്ന ഒരാളെ കിട്ടുന്നു. പ്ലെയറിന് പോയി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ക്ലബിൽ ഇപ്പോൾ ഇതായി വരുന്ന നല്ലൊരു ക്ലബിൽ പിന്നെ ഗോകുലം കേരളയിൽ ഉണ്ടായിരുന്ന കോച്ചാണ് അവരുടെ കോച്ചായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷനും കൂടി അർജുന് ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടും ഒരു നല്ല നല്ല ഡീൽസ് ആണ്. നന്നായിട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ കൃഷ്ണൻ ബ്രോ പറഞ്ഞ പോലെ നമ്മുടെ അർജുൻ ജയരാജ് ISL ക്ലബ്, ഒരു ISL ക്ലബിൽ നിന്നാണ് ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ് പോലും കളിക്കാത്ത, അതായത് ഈ സീസണിൽ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ പോലും കളിക്കാത്ത ഒരു ക്ലബിലോട്ട് വന്നിട്ടുള്ളത്. അക്കോർഡിംഗ് ടു കൃഷ്ണൻ ബ്രോ അത് ഒരു നല്ല മൂവ് ആണ്. വിവേകേട്ടൻ എന്ത് തോന്നുന്നു? അതായത് എസ്പെഷ്യലി കൺസിഡറിങ് ആള് ഒരു ISL പ്ലെയർ ആയിരുന്നു. നമുക്ക് ഒരു എന്താ പറയാ, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ടോപ്പ്, അതായത് അറ്റ്ലീസ്റ്റ് ഇൻ ടേംസ് ഓഫ് പേപ്പർ ആ ഒരു പൊസിഷൻ ടോപ്പ് ക്ലബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പൊ ഒരു ചില പ്ലെയേഴ്സ് ഒക്കെ ഗെയിം ടൈമിന് വേണ്ടി ഒരു സ്റ്റെപ്പ് ബാക്ക് എടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പോകുമ്പോ പോലും ഒരു ഒന്നുകിൽ ഒരു താഴെ ലെവലില്, കുറച്ചുകൂടെ താഴെ ലെവലിൽ ഇരിക്കുന്ന ഒരു ISL ക്ലബ്, ഇപ്പൊ ലിസ്റ്റൻ കൊളാസോ FC ഗോയെന്ന് ഹൈദരാബാദിലോട്ട് പോയതുപോലെയോ അല്ലെങ്കിൽ ഒരു ഐ ലീഗ് ക്ലബ്ബ്, അതൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ഈ പ്ലേയേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നത്, ഒരു സ്റ്റെപ്പ് ബാക്ക് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇത് ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ പോലും ഇൻ ഫ്യൂച്ചർ മാത്രം കളിക്കാൻ സാധ്യതയുള്ള ഒരു ക്ലബിലോട്ട് പോകുന്നതിനെ പറ്റി ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഒരു സ്റ്റെപ്പ് ഡൗൺ ആണ്. ISL അല്ല, ഐ ലീഗും അല്ല, ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനും അല്ല, KPL ക്ലബ്ബാണ് ഇവർ കളിക്കാൻ പോകുന്നത്. കേരള യുണൈറ്റഡ് KPL വേണ്ടിയാണ് കളിക്കാൻ പോണത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ തന്നെയാണ്. പക്ഷെ എന്നാൽ നമ്മൾ അർജുൻ ജയരാജിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴേ പുള്ളിക്ക് ഇപ്പം ഗെയിം ടൈം ആണ് അത്യാവശ്യം. പുള്ളിക്ക് പ്രൂവ് ചെയ്യണം. പുള്ളിക്ക് ഗോകുല FCക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഇന്റൻസിറ്റിയിൽ കളിക്കാൻ പറ്റും എന്ന് പുള്ളിക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അങ്ങനെ നോക്കുമ്പം തീർച്ചയായിട്ടും നല്ലൊരു മൂവ് തന്നെയാണ് പ്ലെയറിന്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. ആക്ച്വലി ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് രണ്ടുപേർക്കും. ക്ലബിനും നല്ല ഒരു പ്ലെയറിനെ കിട്ടി, പ്ലെയറിനാണെങ്കിൽ എന്തായാലും ഗെയിം ടൈം ഗ്യാരണ്ടീഡ് ആണത്. ഒരു മേജർ, അവർ സ്ക്വാഡിൽ നോക്കുമ്പോൾ ഒരു മേജർ പ്ലെയർ തന്നെയാണ് അർജുന്. അപ്പം പക്ഷെ ഇത് റിസ്ക് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ KPL ജയിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം കേരള യുണൈറ്റഡ് പ്ലാൻ എനിക്ക് തോന്നുന്നു വളരെ ഓർഗാനിക് പ്ലാൻ ആയിരിക്കും. KPL ജയിച്ച് എന്നിട്ട് സെക്കൻഡ് ഡിവിഷനിൽ വന്ന് സെക്കൻഡ് ഡിവിഷനിൽ നിന്ന് നേരെ ഐ ലീഗിലോട്ട് വരിക, ഇത് വളരെ ഓർഗാനിക് പ്രോസസ്സാണ്. പക്ഷെ അതിൽ ഒരു KPL നമ്മൾ ഇപ്പൊ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? അതും കൂടെ എനിക്ക് തോന്നുന്നു ഒരു ആലോചിച്ചിട്ടുണ്ടാവും അർജുൻ. അല്ലാതെ ഇങ്ങനെ സ്റ്റെപ്പ് എടുക്കാൻ വഴിയില്ല. പക്ഷെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ആണ് ആക്ച്വലി എന്റെ അഭിപ്രായത്തിൽ. കാരണം ഇപ്പൊ ISLും മറ്റേ ISL ക്ലബ്സിൽ പോയാലും ഇതേ ഒരു പ്രശ്നം തന്നെ ആയിരിക്കും പുള്ളി ഫേസ് ചെയ്യാൻ പോകുന്നത്. ഗെയിം ടൈം കിട്ടാൻ പോകുന്നില്ല ഏത് ക്ലബ്ബിൽ പോയാലും. ഇപ്പൊ എല്ലാ ക്ലബ്സിലും നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡ് ഫുൾ പാക്ഡ് ആണ് എല്ലാ ക്ലബ്സും. അവർക്ക് സ്റ്റാർട്ടിങ് റണ്ണിൽ വരുന്ന മിഡ്ഫീൽഡ് പ്ലേയേഴ്സും ഉണ്ട്, അതിനുള്ള ബാക്കപ്പും ഉണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഈ പെക്കിംഗ് ഓർഡറിൽ അർജുൻ എങ്ങനെ വരും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ ലീഗ് പോലും ഈ അർജുനെ റിലീസ് ചെയ്ത സമയത്തും മിക്ക ഐ ലീഗ് ക്ലബ്സും ഓൾറെഡി സ്ക്വാഡൊക്കെ അവർ ഫോം ചെയ്ത് അവർ ഓൾറെഡി പ്രീ സീസൺ ഒക്കെ തുടങ്ങി കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത് ഗോകുല FCയിലേക്ക് പോകുന്നതാണ്. പക്ഷെ ഈവൻ ഗോകുല FC പോലും അവർ സ്ക്വാഡൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി പ്രീ സീസൺ തുടങ്ങി, IFA ഷീൽഡിലൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അർജുൻ ജയരാജന്റെ സൈഡിൽ നിന്ന് നല്ലൊരു സ്റ്റെപ്പ് തന്നെയാണ് താഴോട്ട് പോയിട്ട് മുകളിലോട്ട് കയറി വരിക എന്ന് പറയുന്നത്. അപ്പൊ വിവേകേട്ടൻ പറഞ്ഞ പോലെ അർജുൻ ജയരാജന് നല്ലൊരു മൂവ് ആണെന്ന് തോന്നുന്നു കേരള യുണൈറ്റഡിലോട്ട് പോവുക എന്നുള്ളത്. അവര് ഐ ലീഗോ അല്ലെങ്കിൽ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനോ ഒന്നും ഇപ്പൊ കളിക്കുന്നില്ല.
പക്ഷേ കേരള യുണൈറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ വ്യക്തമായ ഒരു റോഡ് മാപ്പോടെ മുന്നോട്ട് പോകുന്ന ഒരു ടീമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇനീഷ്യൽ ഇംപ്രഷൻസ്. അപ്പോ അതുകൊണ്ട് തന്നെ അവരതിനെ പറ്റിയൊക്കെ മുൻകൂട്ടി ആലോചിച്ച് കാണുമെന്നും അതേപോലെ കേരള പ്രീമിയർ ലീഗിലെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് വഴിയാണെങ്കിലും അല്ലെങ്കിൽ കേരള പ്രീമിയർ ലീഗ് ജയിച്ചിട്ടാണെങ്കിലും അർജുൻ ജയരാജിനെ മുന്നോട്ടൊരു വഴി വെട്ടിത്തെളിച്ച് എടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇംപ്രഷൻ. പിന്നെ നേരത്തെ കൃഷ്ണൻ ബ്രോ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു ഉള്ളിലൊരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ആൾക്ക് ഓൾറെഡി 2 കൊല്ലം ഇഞ്ചുറി കാരണം പോയി. അതുകൊണ്ട് ഇത്തിരി എന്താ പറയാ ആള് ഏജ്ഡ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഫാൻസ് വിശ്വസിക്കില്ല. പക്ഷെ എന്നാലും ചിലരുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഫാക്ടേഴ്സ് അർജുൻ ജയരാജന് 24 വയസ്സേ ആയിട്ടുള്ളൂ. ആള് വളരെ യങ് ആണ്. ആള് അത്യാവശ്യം യങ്, ഇതിലും ഒരുപാട് യങ് ആയിട്ട് ഇന്ത്യൻ കേരള ഫുട്ബോൾ സർക്കിൾസിൽ വളർന്നു വന്ന പ്ലെയർ ആണ്. ഇതുപോലെ 2017-18 സീസൺ കേരള പ്രീമിയർ ലീഗിൽ ഗോകുലം കേരളയ്ക്ക് വേണ്ടി ഫൈനലിൽ ഗോൾ അടിച്ച് അവർക്ക് ടൈറ്റിൽ ജയിപ്പിക്കുന്നതിൽ വലിയ റോള് കളിച്ച പ്ലെയർ ആണ്. അപ്പൊ പണ്ട് തൊട്ടേ ഈ സർക്കിൾസിലുള്ള പ്ലെയർ ആയതുകൊണ്ട് ആളുടെ ടാലന്റിലോ അല്ലെങ്കിൽ ആളുടെ പൊട്ടൻഷ്യലിലോ ഒന്നും യാതൊരു ഡൗട്ടും ഇല്ല. കേരള ബ്ലാസ്റ്റേഴ്സിലും കഴിഞ്ഞ 2 കൊല്ലമായി ചാൻസ് കിട്ടാത്തതിന്റെ ഒരു ക്ഷീണം അദ്ദേഹം കേരള യുണൈറ്റഡിൽ തീർക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഗോകുലം FC ഒരു ഡെവലപ്മെന്റ് ആണ്. അവരെ ഇഞ്ചേർഡ് ആയ ഒരു സ്ട്രൈക്കർ ഗുണ്ട റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ചെയ്തത് നമ്മുടെ ഫിലിപ്പ് അജ്ജ എന്നൊരു ഒരു ഗാനിയൻ സ്ട്രൈക്കറാണ്. ലാസ്റ്റ് കളിച്ചത് ഭവാനിപ്പൂർ FC വേണ്ടിയാണ്. ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ക്വാളിഫയേഴ്സിന് വേണ്ടി 4 മാച്ചസിന് 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ഒരു എക്സൈറ്റിംഗ് ടാലന്റ് ആണ്. നമുക്ക് ഈ ഫിലിപ്പ് അജ്ജയെ പറ്റി നമുക്ക് കൂടുതൽ നമുക്ക് ഹരിബ്രോ എടുത്തൊന്ന് ചോദിച്ചു നോക്കാം. ഹരിബ്രോ, എന്താണ് ഫിലിപ്പ് അജ്ജ എന്ന് പറയുന്ന പ്ലെയർ ആണ് സലിയോ ഗിൻഡോനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അറിയാൻ കഴിഞ്ഞത് സലിയോ ഗിൻഡോ ടീമിന്റെ കൂടെ ഗോകുലം കേരളയുടെ കൂടെ ഇവിടുത്തെ, അതായത് അവർക്ക് കോഴിക്കോട് ഒരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ഈ ഡിസംബർ തുടക്കം അവര് കോഴിക്കോടില് 2 ആഴ്ച എന്തോ ട്രെയിൻ ചെയ്തിരുന്നു. അതിനുശേഷമാണ് അവര് കൊൽക്കത്തയിലെ ഐ ലീഗ് ബയോ ബബിളിലോട്ട് കയറിയത്. അത് നടന്നിട്ട് ഇപ്പോ 2 ആഴ്ച എന്തോ ആയിട്ടുള്ളൂ. അപ്പൊ അവിടെ വെച്ചുള്ള പ്രീ സീസൺ ട്രെയിനിങ്ങിലാണ് സലിയോ ഗിൻഡോയ്ക്ക് ഇഞ്ചുറി പറ്റിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ ഇഞ്ചുറിയുടെ ഡീറ്റെയിൽസ് ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു കാര്യം വ്യക്തമാകുന്നത് ആളുടെ ഓൾമോസ്റ്റ് ഫുൾ സീസൺ റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോകുലം കേരള FC ഗുൻഡോന്റെ എന്താ പറയാ ഗുൻഡോനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവര് 3 ഫോറിനേഴ്സ് ആയിട്ട് റെസ്ട്രിക്റ്റ് ആവുന്നു എന്നുള്ളത് കൊണ്ട് അവരൊരു റീപ്ലേസ്മെന്റിന് തയ്യാറെടുക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഫിലിപ്പ് അഡ്ജ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് അവർ വരുന്നത്. ഫിലിപ്പ് അഡ്ജാനെ ആക്ച്വലി മുഹമ്മദ് അൻസ് സൈൻ ചെയ്തതാണ്. ഭവാനിപ്പൂർ FC വേണ്ടി ഐ ലീഗ് ക്വാളിഫയേഴ്സ് കളിച്ചു. മുഹമ്മദ് അൻസിനെതിരെ ഗോൾ അടിച്ചില്ല. പക്ഷെ ഗർവാൾ FC ബംഗളൂരു യുണൈറ്റഡിനെതിരെയും ഓരോ ഗോളും ഇത് അടിച്ചു. അതിനുശേഷം മുഹമ്മദ് അൻസ് ഐ ലീഗിലോട്ട് ക്വാളിഫൈ ആയപ്പോൾ ഫിലിപ്പ് അഡ്ജേനെ അവര് സൈൻ ചെയ്യുണ്ടായി. പക്ഷെ അഡ്ജേനെ അവര് എന്തുകൊണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് വ്യക്തമല്ല, അവര് അവരുടെ ഐ ലീഗ് സ്ക്വാഡിലോട്ട് ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പൊ അതിനുശേഷമാണ് ആളെ അവര് റിലീസ് ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഗോകുലം കേരള ആളെ സൈൻ ചെയ്യുന്നു. പിന്നെ ആളെ പറ്റി പറയാനാണെങ്കിൽ 22 വയസ്സായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ, അതായത് ആള് പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ തുടങ്ങിയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് തന്നെ ഇന്ത്യയിലാണ്. 2018-19 സീസണിൽ എന്തോ ആണ് ആദ്യമായി ഇന്ത്യയിലോട്ട് വരുന്നത്. വന്നപ്പോ തന്നെ മുഹമ്മദ് അൻസിലാണ് സൈൻ ചെയ്തത്. അവർക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു 30 കളികളിൽ നിന്ന് 31 ഗോൾ അടിച്ചു. ഐ ലീഗിൽ 10 ഗോള്, പിന്നെ മറ്റു കോമ്പറ്റീഷൻസിൽ നിന്ന് ഒരു 20-21 ഗോള്. പിന്നെ അതിനുശേഷം നെരോക്ക FC വേണ്ടിയാണ് കഴിഞ്ഞ സീസൺ ഐ ലീഗ് കളിച്ചത്. അത് സീസൺ പകുതി വെച്ച് ക്യാൻസൽ ആയെങ്കിലും അവിടെയും ആൾ 9 ഗോൾ അടിച്ചു. അങ്ങനെ എനിക്ക് തോന്നുന്നു മൊത്തത്തില് ഇന്ത്യൻ ഫുട്ബോൾ എടുത്താൽ ഇപ്പൊ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ, ഐ ലീഗ് ക്വാളിഫയേഴ്സ്, അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ കോമ്പറ്റീഷൻസ് എടുത്താല് 23 കളികൾ എന്തോ കളിച്ചിട്ടുണ്ട്. അതിൽ 21 ഗോൾ ആൾ അടിച്ചിട്ടുണ്ട്. ഭയങ്കര ഗോൾ സ്കോറർ ആണെന്ന് തോന്നുന്നു. മാത്രമല്ല 22 വയസ്സേ പ്രായമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊരു എക്സൈറ്റിംഗ് സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടും ഒരു പക്ഷെ സാലിയോ ഗിൻഡോയേക്കാൾ ഒരു ലെവൽ മുന്നിലായിരിക്കണം അഡ്ജയുടെ സൈനിങ്. ആൾ ഇന്ത്യയിൽ 2 കൊല്ലമായി ഒരു പ്രൂവൺ ടാലന്റ് കൂടെ ആണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോ എനിക്ക് തോന്നുന്നു
ഗോകുലം കേരള അറിഞ്ഞ് ചെയ്ത ഒരു സൈനിങ് ആണ്. ഇപ്പോ ഇവര് അഡ്ജ വരുന്നതോടുകൂടി അവർക്ക് നല്ലൊരു ഫയർ പവർ ആണ് അറ്റാക്കിൽ കിട്ടുന്നതെന്നാണ് എന്റെ ഒരു ഇനീഷ്യൽ ഫീലിംഗ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ കൃഷ്ണൻ ബ്രോന്റെ അടുത്ത് തന്നെ പോകണം. ആളാണ് ഈ ഇതിന്റെയൊക്കെ എക്സ്പെർട്ട്. അപ്പൊ നമുക്ക് കൃഷ്ണൻ ബ്രോയുടെ അടുത്തേക്ക് ചെല്ലാം. ഈ കൃഷ്ണൻ ബ്രോയ്ക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്ത ഒരു പ്ലെയർ അല്ല ഈ ഫിലിപ്പ് അജ്ജ എന്ന് പറയുന്നത്. അതായത് ISL പോലും കളിക്കാൻ ഉള്ള സ്റ്റാൻഡേർഡ് ലെവലിൽ ഉണ്ടെന്നാണ് കൃഷ്ണൻ ബ്രോയുടെ ഒരു അഭിപ്രായം, അല്ലേ? അതെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്ത ഒരു പ്ലെയറാണ് ഫിലിപ്പ് അഡ്ജ. ഞാൻ ഫിലിപ്പ് അഡ്ജയെ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നെറോക്കയ്ക്ക് വേണ്ടി കഴിഞ്ഞ സീസൺ ഐ ലീഗ് കളിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. പക്ഷെ എനിക്ക് ആ ഒരു നെയിം രജിസ്റ്റർ ആയിട്ടുണ്ടായില്ല. ഞാനൊരു 2-3 കളി കണ്ടു. അപ്പോൾ നല്ല നല്ല കളി കളിക്കുന്നുണ്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പോൾ ഈ ഐ ലീഗ് ക്വാളിഫയേഴ്സ് ഭവാനിപ്പൂറിന് വേണ്ടി കളിച്ചപ്പോൾ വീണ്ടും കണ്ടു. അപ്പം ഞാൻ വീണ്ടും പുള്ളിയുടെ ഡീറ്റെയിൽസ് നോക്കി തുടങ്ങി. ഫിലിപ്പ് അഡ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഗോൾ സ്കോററാണ്. ഗോൾ അടിച്ചിരിക്കും. പിന്നെ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 മിനിറ്റ്സും ഓടിക്കളിക്കും. പ്രസ് ചെയ്തും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അതായത് ഡിഫൻഡേഴ്സിന് ഒരു ന്യൂയിസൻസ് തന്നെയാണ് ആൾ. ഡിഫൻഡേഴ്സിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കില്ല. ഇങ്ങനെ ഇത് ഓടിക്കളിച്ച് പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് കുറച്ച് പകുതിയേറെ ഗോൾസ് വരുന്നത്. അങ്ങനെയാണ്. പിന്നെ പുള്ളിയുടെ തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്, അത് നമ്മൾ ഈ ചില ആഫ്രിക്കൻ പ്ലേയേഴ്സിനൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ ഒരു എന്താ പറയുക, ഒരു ഫ്ലെയറിന്റെ ഒരു തണ്ട് എന്നൊക്കെ പറയും മലയാളത്തിൽ. ആ ഒരു ഇതാണ് ഫിലിപ്പ് അഡ്ജ. കളിക്കുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഗോൾ അടിക്കുന്നുള്ള കാര്യം ഉറപ്പാണെന്നുള്ളൊരു രീതിയിലാണ് പുള്ളി കളിക്കാറ് തന്നെ. അതിപ്പോ പുള്ളി മോഹൻ ബാഗാനെതിരെ അടിച്ചിട്ടുണ്ട്, ഈസ്റ്റ് ബംഗാളിനെതിരെ അടിച്ചിട്ടുണ്ട്. പുള്ളിക്ക് അങ്ങനെ വലിയ ക്ലബ്ബ് ചെറിയ ക്ലബ്ബ് ഒന്നുമില്ല. പുള്ളി കളിക്കും, പുള്ളി ഗോൾ അടിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ISL ലെവൽ പ്ലെയർ ആണ് കേട്ടോ. ISL ക്ലബ്സ് ഇന്ത്യയിൽ സ്കൗട്ടിങ് മര്യാദയ്ക്ക് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് ഫിലിപ്പ് അഡ്ജനെ സൈൻ ചെയ്യാത്തത്. അതൊരു ഇതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISL ക്ലബ്സ് എപ്പോഴും പുറത്തേക്കാണ് നോക്കുന്നത്. ഇന്ത്യയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ പ്ലെയേഴ്സിനെ അങ്ങനെ വലുതായിട്ട് നോക്കാറില്ല. ശരിക്കും ഈസി ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാവുന്ന ഒരു, മേ ബി നോട്ട് ഫോർ ദ, അതായത് എലൈറ്റ് ISL ക്ലബിന് പറ്റില്ലായിരിക്കും. ഇപ്പോൾ റോയ് കൃഷ്ണ, ലെഫോൺഡ്രെ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരു മിഡിൽ ലെവൽ ISL ക്ലബിനൊക്കെ ഈസി ആയിട്ട് കളിച്ച് നല്ല റിട്ടേൺ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഇത് ഒരു ബ്രില്യൻ സൈനിങ് ആണ് ഗോകുലത്തിൻ്റെ അടുത്ത് നിന്ന്. ഞാൻ വിചാരിച്ചു ഭവാനിപ്പൂറിന് വേണ്ടി പുള്ളി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐ ലീഗ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ഈ പുള്ളിനെ ആര് സൈൻ ചെയ്യും എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം ഹരിബ്രോ പറഞ്ഞ പോലെ മുഹമ്മദ് സൈൻ ചെയ്തിട്ട് എന്തോ ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ഇത്തിരി ഡിസിപ്ലിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഗോകുലം എങ്ങനെ മാനേജ് ചെയ്യുന്നു അതിപ്പോ എല്ലാ പ്ലെയേഴ്സും ഭയങ്കര അൾട്ടിമേറ്റ് പ്രൊഫഷണൽസ് ആവില്ല. അപ്പോൾ അത് ക്ലബ്ബ് നന്നായിട്ട് മാനേജ് ചെയ്ത് എടുക്കുക. ചിലവരൊക്കെ ഭയങ്കര എക്സെൻട്രിക് ആയിരിക്കും. അതിൻ്റെ ഒരു ഇത് ചില എക്സെൻട്രിക് പ്ലെയേഴ്സ് ആയിരിക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലബിൻ്റെ ഇതാണ്, എങ്ങനെയാ മാനേജ് ചെയ്ത് അവരെ പെർഫോം ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഗോകുലത്തിന് ഇപ്പോൾ ഫിലിപ്പ് അഡ്ജയും കൂടി വന്നതോടുകൂടി ഒരു നല്ല സ്കോറാണ്. ഈ ഒരു ടിപ്പിക്കൽ ഗോൾ സ്കോറർ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ മിക്കവാറും ഒരു ഐ ലീഗ് ഇപ്പോൾ കുറച്ചും കൂടി ഫേവറേറ്റ്സ് ആയി ഗോകുലം. അത് എനിക്ക് തോന്നുന്നു ഈ ഇപ്പൊ ഡിസിപ്ലിനറി ഇഷ്യൂസിനെ പറ്റി സംസാരിച്ചില്ലേ, അത് എനിക്ക് ഈ ബയോസെക്യൂർ ബബിളിൽ എത്ര നാളൊരു പ്ലെയർ ഇങ്ങനെ എന്താണ് മെന്റലി ഫിറ്റ് ആയിട്ട് ഇരിക്കും, അതൊരു ഫാക്ടർ അല്ല ശരിക്കും പറഞ്ഞാൽ. അതൊരു റീസൺ ആയിരിക്കില്ല. ഈ ഇപ്പം അതായത് ഒരു ഹോട്ടലിൽ വെളി ഇറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കുറെ ഫ്രസ്ട്രേഷനും കുറെ ഈ മെന്റൽ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഐ ലീഗ് കളിക്കുന്ന ടീംസിനൊക്കെ എല്ലാ ടീംസിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ അല്ലേ അത്? അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്?
അല്ല അതിപ്പോ എല്ലാ ടീംസിനും സെയിം ഇഷ്യൂസ് ഉണ്ട്, സെയിം ഇഷ്യൂ വരുമല്ലോ. ഇപ്പോൾ പക്ഷേ അത് എങ്ങനെ ക്ലബ്ബ് മാനേജ് ചെയ്യും എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. ഇപ്പോൾ ഫിലിപ്പ് അഡ്ജയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഇത്തിരി ഡിസിപ്ലിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ. മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് അങ്ങനെ മെയിൻലി എന്ന് പറഞ്ഞാൽ ഈ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ആ ക്ലബ്സിൽ നിന്നൊക്കെ അവർക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള പീപ്പിൾസിനെ അവർക്ക് ഡീറ്റെയിൽസ് പറയുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടു ഡിസ്മേഷൻ, പക്ഷെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല സ്ട്രൈക്കറാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് ഇതായിട്ടല്ല പറഞ്ഞത്. പക്ഷെ പുള്ളിക്ക് പുള്ളിനെ ഈ ഒരു എൻവയോൺമെന്റ് അതിപ്പോ പുള്ളി ഇപ്പൊ ISL ക്ലബിന് സൈൻ ചെയ്താലും ഗോകുലത്തിന് സൈൻ ചെയ്താലും ഏത് ക്ലബിന് സൈൻ ചെയ്താലും പുള്ളി ബബ്ലിൽ തന്നെ ഇരിക്കണം. അതിപ്പോ ഈ കോവിഡ് ഈ കാലത്തിൽ അങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ അത് മാറിയാലേ നമുക്ക് അതിൻ്റെ ഒരു ഇതില്ലാതിരിക്കാൻ പറ്റും. ബബ്ലിലിരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല. പക്ഷെ അത് ക്ലബ്ബ് മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. പക്ഷെ നെറോക്ക മാനേജ് ചെയ്തിട്ടുണ്ട്. നെറോക്കയ്ക്ക് 9 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് മുഹമ്മദ് ഹരിപ്രോ പറഞ്ഞ പോലെ അടിച്ചിട്ടുണ്ട്. അത് എല്ലാ ഓരോ കളിക്ക് ഓരോ ഗോള് നെറോക്കയ്ക്ക് വേണ്ടി ഹാട്രിക് അടിച്ചിട്ടുണ്ട്. അതെ ഉണ്ട്. ഞാൻ ആ ഹാട്രിക് അടിച്ച അതിന്റെ അടുത്ത കളി ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ കമന്റേറ്റേഴ്സ് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല കളിയാണ് പുള്ളി. എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തൊരു പ്ലെയറാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് ഈ കളി കണ്ടിട്ട് പിന്നെ 22 വയസ്സായിട്ടുള്ളൂ. മേ ബി ഇൻ ഫ്യൂച്ചർ ഇന്ത്യൻ ലീഗിൽ നിന്ന് ചിലപ്പോൾ പുറത്ത് ഒരു നല്ലൊരു ലീഗിലൊക്കെ പോയി കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ഇതിപ്പോ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല, ISL ഭയങ്കര സ്റ്റെപ്പാണ് അതാണെന്നൊക്കെ. പക്ഷെ ടാലന്റ് ചിലപ്പോൾ ഈ എന്താ പറയാ ഈ റഫ് ഡയമണ്ട് എന്നൊക്കെ പറയൂലേ, അതേപോലെ ടാലന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് കുത്തി കയറി അങ്ങോട്ട് പോവും. അത് ഓരോരുത്തരുടെ തലയിൽ എഴുതിയേക്കണ പോലെ ഉണ്ടാവും, പിന്നെ കളിക്കണ പോലെ ഉണ്ടാവും. പുള്ളിക്ക് നല്ല ടാലന്റാണ്. പുള്ളി ഇപ്പൊ ഈ ഐ ലീഗിൽ ഗോകുലത്തിന് വേണ്ടി നല്ല ഇതേ ഗോൾ സ്കോറിങ് റെക്കോർഡ് പുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഗോകുലം ISL വരെ ഗോകുലത്തിൻ്റെ ഒപ്പം കളിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും നല്ലൊരു ISL ക്ലബ്ബ് വീണ്ടും പിക്ക് ചെയ്യാം. അവിടെയും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ലീഗ്സിലേക്ക് പോവാം. അത് പുള്ളിയുടെ ഇതുപോലെ ഇരിക്കും. എൻ്റെ അഭിപ്രായത്തിലൊരു സൂപ്പർ പ്ലെയറാണ്, കിട്ടു പ്ലെയർ. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ Q&A ആണ്. നമുക്ക് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഓരോന്നായിട്ട് പറയാം. ചിലത് ഞാൻ തന്നെ ആൻസർ ചെയ്യാം, ചിലത് നമുക്ക് ഹരി ബ്രോഡ്ത്ത് പോവാം, ചിലത് വിവേക് ബ്രോഡ്ത്ത് പോവാം. ചില ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ഫ്യൂച്ചർ പോഡ്കാസ്റ്റിൽ ആ ടോപ്പിക്കായിട്ട് അവതരിപ്പിക്കാം. അത് പറയുമ്പോൾ നിങ്ങളുടെ പേരും പറയാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻഡോ ജോസഫ്. പുള്ളി ചോദിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഡ് വി അലോ ഇന്ത്യൻ ഒറിജിൻ പ്ലെയേഴ്സ് ഇൻ ഫോറിൻ ലീഗ്സ് ഇൻ ടു ദ നാഷണൽ ടീം? അതിന്റെ ഉത്തരത്തിന് നമുക്ക് വിവേക് ബ്രോഡിന്റെ അടുത്ത് പോവാം. അതായത് ഇന്ത്യൻ ഒറിജിൻ പ്ലെയേഴ്സിനെ നമ്മൾ PIO പ്ലെയേഴ്സ് തീർച്ചയായിട്ടും ഇതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പബ്ലിക് ഡൊമൈനിൽ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്യണം. നോക്കുമ്പോൾ നമ്മുടെ നെയ്ബേഴ്സ്, അതായത് ചൈന, ഈവൻ പാകിസ്ഥാൻ, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ രാജ്യങ്ങളായ ജപ്പാൻ, ഖത്തർ, ഇവരെല്ലാം ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ ഇപ്പോഴും ഈ സിറ്റിസൺ റൂൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ഇവിടെ നടക്കൂല എന്നാണ് പറയുന്നത്. അതപ്പം ആ റൂളിനെ നമ്മൾ എന്തെങ്കിലും ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ഫുട്ബോൾ മാത്രമല്ല, ബാക്കി എല്ലാ സ്പോർട്സിലും, ക്രിക്കറ്റ് ആയാലും അത്ലറ്റിക്സ് ആയാലും ഏതായാലും, കാരണം എത്രയോ ടാലന്റഡ് ആയ ഇന്ത്യൻ ഒറിജിൻ പ്ലെയേഴ്സ് ലോകം മൊത്തം ഉണ്ട്. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമല്ലോ. 2-3 മാസം മുന്നെയാണെന്ന് തോന്നുന്നു ആരോ ഒരു ലിസ്റ്റ് ഇട്ട്, അതായത് നല്ല നല്ല പ്ലെയേഴ്സ് പല നല്ല ലീഗ്സിലും കളിക്കുന്നുണ്ട്, ഇന്ത്യൻ ഒറിജിൻ പ്ലെയേഴ്സ് ആണ്. എല്ലാരെയും കൊണ്ടുവരണം എന്നല്ല ഞാൻ പറയുന്നത്. ക്യാപ്പ് ഇടുക, ഒരു 1-2 പ്ലെയർ അല്ലെങ്കിൽ 3 പ്ലെയർ, മാക്സിമം 3 പ്ലെയർ നമ്മൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നാഷണൽ ടീമിൽ നമ്മൾ അവരെ മെറിറ്റിനനുസരിച്ച് സെലക്ട് ചെയ്യാം. തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.
ചെയ്യൂ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഓൾറെഡി അതിന് ഒപ്പോസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതൊരു ഷോർട്ട് കട്ടാണ്, ഡെവലപ്മെന്റ് ഒരു ഷോർട്ട് കട്ടാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അഭിപ്രായം ചെയ്യണം. അത് ചെയ്താലേ ഒരു ഒരു എന്താണ് ഷോർട്ട് കട്ട് ആയിരിക്കും, നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും എന്തായാലും തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോൾ നോക്കും. അത് ശരിയാണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാസ്പോർട്ടിൻ്റെ ഒരു പ്രശ്നം, പിന്നെ ഇന്ത്യയിൽ ജനിച്ച പ്ലേയേഴ്സ്, ഇന്ത്യയിൽ ജനിച്ച ആൾക്കാർക്ക് മാത്രമേ ഇന്ത്യൻ നാഷണൽ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു റൂള്, ആ ഒരു റൂളിൻ്റെ പ്രശ്നം. അത് കാരണമാണ് ഇതൊരു ഇങ്ങനെ ഒരു ഓൺഗോയിങ് ഡിബേറ്റ് ടോപ്പിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊരു ഇത് കണ്ടുവരിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കാം. പിന്നെ വിവേക് കൂടെ പറഞ്ഞ പോലെ എല്ലാവരെയും കൊണ്ടുവരണ്ട, ഒരു 1-2 പ്ലേയേഴ്സിനെ, നമ്മുടെ ഇന്ത്യക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതിൽ ഒരു തെറ്റില്ല. അതൊരു എല്ലാവരും ചെയ്യുന്നുണ്ട്. ശരിക്കും ഖത്തറിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഇതേപോലെ POA പ്ലേയേഴ്സാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർഹദാണ് ചോദിച്ചേക്കുന്നത്. ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ അവർ ഫാസിനേഷൻ ഫോർ ഫുട്ബോൾ, ഡു യു തിങ്ക് കേരള ഈസ് പ്രൊഡ്യൂസിങ് ഇനഫ് ടാലൻസ്? ഈ ക്വസ്റ്റ്യൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ടോപ്പിക് തന്നെയാണ്. ഇത് നമ്മൾ നമ്മുടെ അടുത്ത പോഡ്കാസ്റ്റുകളിൽ ഒരു ടോപ്പിക്കായിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഷർഹദ് തന്നെ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത്, ഹൗ ഡു യു ഡീകോഡ് ജുവാൻഡെ സൈനിങ്? അത് നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡ് ഇറക്കിയിട്ടുണ്ട് ജുവാൻഡയ്ക്ക് തന്നെ. അത് ഷർഹദ് കേൾക്കാവുന്നതാണ്. നമ്മുടെ യൂട്യൂബിലും സ്പോട്ടിഫൈയിലും ഒക്കെ എപ്പിസോഡ് ലൈവാണ്. ജുവാൻഡെ എങ്ങനെയാണ്, എന്ത് പ്ലെയറാണ്, എങ്ങനെയാണ് കേരള സിസ്റ്റത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുക ഒക്കെ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിൻ ഗോട്ട് എന്ന് പറഞ്ഞ ആളാണ്. പുള്ളി ചോദിച്ചേക്കണത്, ഹൂപ്പർ ഡ്രോപ്പിംഗ് ഇൻ, രാഹുൽ റണ്ണിങ് ഇൻ ടു ദ സ്പേസ് ഇൻ ബിഹൈൻഡ്, വുഡ് ദാറ്റ് വർക്ക്? സിമിലർ ഇൻ സ്റ്റൈൽ ടു കെയ്ൻ ആൻഡ് സൺ. അല്ല, അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാൻ തന്നെ പറയാം. അപ്പോൾ ഇതിൽ രാഹുൽ റണ്ണിങ് ഇൻ ടു ദ സ്പേസ്, അത് ആക്ച്വലി ഒരു 2 സ്ട്രൈക്കർ സിസ്റ്റം നമ്മൾ കളിക്കുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഇത് ആക്ച്വലി വർക്ക് ചെയ്തു. ഒരു കളിയിൽ നോക്കിക്കഴിഞ്ഞാൽ മുറയും ഹൂപ്പറും കൂടി കളിച്ചു. അപ്പോൾ ഹൂപ്പർ ഒരു സിമിലർ ടു കെയ്ൻ റോളാണ് കളിച്ചത്. പിന്നെ സൺ റണ്ണിങ് ഇൻ ടു ദ സ്പേസ് അങ്ങനെയായിരുന്നു മുറയെ കളിച്ചത്. അത് ശരിക്കും വർക്കൗട്ട് ആവും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൂപ്പർ ഇഞ്ചേർഡായി. ഇപ്പോൾ 2 മാച്ച് സ്ക്വാഡിലില്ല. ഇനിയിപ്പോൾ ഹൂപ്പർ തിരിച്ചു വന്നാലേ ആ ഒരു ഇത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ ഹൂപ്പർ തിരിച്ചു വന്നാലും നമുക്ക് 5 ഫോറിനേഴ്സേ കളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ ഫക്കുണ്ടിനെയോ ആരെങ്കിലും ബെഞ്ചിലിരുത്തേണ്ടി വരും. എന്നിട്ടും ഈ ഒരു സിസ്റ്റം കളിപ്പിച്ച് നോക്കുന്നതിൽ തെറ്റില്ല. ഒരു നല്ലൊരു ഇതായിരിക്കും. എനിക്ക് ആ ഇതിൽ ഞാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ട്വിറ്ററിൽ ഒരു ത്രെഡ് എഴുതുന്നുണ്ട്. അപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹൂപ്പറും മുറയും തമ്മിൽ ഒരു കെയ്ൻ സൺ ഇതിലാണ് ആ ഒരു ഇത് കളിച്ചത്. അതിൽ എനിക്ക് ഏറ്റവും ഹൂപ്പറിനെ സൈൻ ചെയ്തിട്ട് എനിക്ക് ആ ഒരു ഹാഫാണ് എനിക്ക് ഹൂപ്പർ കളിച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് മിക്കവാറും വർക്കൗട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കണ്ണൻ പിള്ളൈ, പുള്ളി ചോദിച്ചേക്കുന്നത്, വി കുഡ് ഇൻക്ലൂഡ് എ ഡൊമസ്റ്റിക് CB ഇൻ അവർ സ്ക്വാഡ്. സിൻ നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ദർ വിൽ ബി 4 foreigners. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? അത് നമുക്ക് ഹരി എടുത്തു പോവാം. അടുത്ത കൊല്ലം എന്തായാലും എനിക്ക് തോന്നുന്നു ആ 3+1 റൂൾ ഇംപ്ലിമെന്റേഷൻ വരുമ്പോ നമുക്ക് നമ്മുടെ ഫോറിനർ കോട്ടയിൽ എന്തായാലും ചില കട്ട്സ് ചെയ്യേണ്ടി വരും. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വിസന്റെ കോമേഴ്സിന് മാത്രമാണ് ഒരു മൾട്ടി ഇയർ ഡീൽ കൊടുത്തിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അടുത്ത കൊല്ലം ഒരു സ്ക്വാഡിൽ സാധ്യതയുള്ള ഒരു പ്ലെയർ വിസന്റെ കോമേഴ്സ് മാത്രമാണ്. ബാക്കി ഇപ്പോ കോസ്റ്റ ആയാലും ബക്കറി കോണെ ആയാലും ഗാരി ഹൂപ്പർ ആയാലും ജോർദാൻ മറ ആയാലും ഫക്കുണ്ടോ പെരേര ആയാലും ബാക്കി ഇനിയിപ്പോ വരുന്ന യുവാന്റെ ആയാലും ഇവർക്കാർക്കും ഇതുവരെ അടുത്ത ഒരു സീസണിൽ സ്പോട്ട് ഫിക്സ്ഡ് ആയിട്ടില്ല ഓൾറെഡി. ആൻഡ് എന്താ പറയാ, ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു അറ്റാക്കിംഗ് ശൈലി അനുസരിച്ച്
എന്താ പറയാ, മിക്ക ടീമുകളും പ്രിഫർ ചെയ്യുന്നതും ഫ്രണ്ടില് അറ്റാക്ക് കീപ്പ് ചെയ്യുക, അറ്റാക്ക് ടോപ്പ് ക്വാളിറ്റി ആയിരുന്നാലും മത്സരങ്ങൾ ജയിക്കും, ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് അറ്റാക്കേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളവരെല്ലാം ഫോറിൻ ആണെങ്കിൽ അവരെയൊക്കെ ഫോറിനിൽ ഉൾപ്പെടുത്തിയിട്ട് ഡെഫിനറ്റ്ലി ഒരു ഇന്ത്യൻ CBA ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പൊ നിങ്ങള് മുംബൈ സിറ്റിക്ക് എതിരായിട്ടുള്ള കളി കണ്ടെങ്കിൽ ആ കളിയിൽ നമ്മളൊരു 3+1 ഫോറിനേഴ്സ് സിസ്റ്റം തന്നെയാണ് ഉപയോഗിച്ചത്. ഗാരി ഹൂപ്പറിന്റെ ഇഞ്ചുറിയോ അല്ലെങ്കിൽ അൺഅവൈലബിലിറ്റിയോ അതെന്തോ ആവട്ടെ, അവിടെ നമ്മള് 4 ഫോറിനേഴ്സ് വെച്ചേ കളിച്ചുള്ളൂ. അതില് ഒരു ഇന്ത്യൻ CB കോസ്റ്റയുമായിട്ട് പാർട്ണർ ചെയ്തിട്ടാണ് കളിച്ചത്. എന്തായാലും ആദ്യത്തെ 10-20 മിനിറ്റിൽ ഉണ്ടായ ഡിഫൻസീവ് മിസ്റ്റേക്സ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ കൺസീഡ് ചെയ്തു. പക്ഷെ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് നമ്മൾ കൺസീഡ് ചെയ്തില്ല എന്നും കൂടെ ഉള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഫോറിൻ CB, അതായത് കോസ്റ്റ അല്ലെങ്കിൽ കോണെ ഒരു ഇന്ത്യൻ CB ആയിട്ട് കളിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രിയോ അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ ഒക്കെയാണ്. അത് ഇതുവരെ ഡെവലപ്പ് ആയിട്ടില്ല എന്ന് വേണം പറയാൻ. അത് ഡെവലപ്പ് ആക്കി എടുക്കുക. അത് ഡെവലപ്പ് ആക്കി എടുത്താൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എപ്പോഴും പ്രിഫേർഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഫോറിൻ CB മാത്രമായിരിക്കും. ബാക്കി 3 ഫോറിൻ പ്ലേയേഴ്സിനെ ഞാൻ കുറെ കൂടെ ഹയർ പൊസിഷൻസിലാണ് കളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അതുപോലെ നമുക്ക് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റവും കൂടെയാണ്. ബാക്കിയെല്ലാം കോച്ചിന്റെ കയ്യിലാണ്. കോച്ച് എന്ത് ചെയ്യുന്ന കണ്ടറിയണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മുഹമ്മദ് നസീം. പുള്ളി ചോദിച്ചിരിക്കുന്നത് വേർ ആർ വി അറ്റ് ഫോൾട്ട് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചായിരിക്കും. അതാണ് വേർ ആർ വി അറ്റ് ഫോൾട്ട് എന്ന് ചോദിക്കുമ്പോ നമ്മളാണോ, ഗോഡ്സ് ഓൺ ഫുട്ബോൾ ആണോ, അതോ മുഹമ്മദ് നസീം ആണോ, അതോ കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ, വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് സ്പെസിഫൈ ആയിട്ടില്ല. നമ്മൾ എന്ത് അസ്യൂം ചെയ്ത് പറഞ്ഞാലും അത് പ്രശ്നമാവോ? ഇല്ല, നമുക്ക് ബ്ലാസ്റ്റേഴ്സ് ആണെന്ന് തന്നെ അസ്യൂം ചെയ്യാം. ബ്ലാസ്റ്റേഴ്സ് ആണെന്ന് തന്നെ അസ്യൂം ചെയ്താലും ഞാൻ പറയും ഈ സീസൺ കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാം വേർ ആർ വി അറ്റ് ഫോൾട്ട് എന്നുള്ളത്. ഫോൾട്ട് ഉണ്ടോന്ന് തന്നെ ഇപ്പൊ ഒരു ഡൗട്ടാണ്. അപ്പൊ നമുക്ക് സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്ത് പറയാം. അതുവരെ നസീമിനെ വെയിറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ RKV. പുള്ളി ചോദിച്ചേക്കണത് ഗോകുലം കേരള FC കേരള, കേരള യുണൈറ്റഡ് FC, കോളം FC, ലൂക്ക FC, മലപ്പുറം, and of course KBFC. Your views on changing Kerala club football. What about another competent league structurally stronger than KPL? I mentioned these clubs because I believe they are working for long-term goals. ഇത് എൻ്റെ അഭിപ്രായത്തിലൊരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമ്മൾ മേജർലി KPL ഒക്കെ തുടങ്ങാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്ലബ്സ് മാത്രമല്ല വേറെ KPL കമ്പീറ്റ് ചെയ്യുന്ന ക്ലബ്സിനെ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഫ്യൂച്ചർ പോഡ്കാസ്റ്റിൽ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാവുന്നതാണ്. പിന്നെ അടുത്തത് വിശാഖ് ചോദിച്ചേക്കണത് മേക്ക് എ ബെസ്റ്റ് ഇന്ത്യൻ ടീം ലൈനപ്പ്. ഇതും ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് വിടാവുന്ന ഒരു ഇതല്ല. ഇത് നമുക്കൊരു ടോപ്പിക്കായിട്ട് എടുത്ത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ അടുത്ത പോഡ്കാസ്റ്റിൽ ഇത് കവർ ചെയ്യാം. പിന്നെ ചോദിച്ചേക്കണത് കലിപ്പ് ഈസ്റ്റ്വുഡാണ്. പുള്ളി ചോദിച്ചേക്കണത് CK വിനീതേട്ടൻ ഇനി എന്ത് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് വിവേക് ബ്രോവിന്റെ അടുത്ത് തന്നെ പോവാം. പുള്ളിയാണ് ഏറ്റവും ആപ്റ്റായ ആള് ആൻസർ ചെയ്യാൻ. CK വിനീതിന്റെ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ അതായത് 2016-17 ഒരു ഹോട്ട് പ്രോപ്പർട്ടി തന്നെ ആയിരുന്നു അല്ലെ. ഒരു കേരള ബ്ലാസ്റ്റേഴ്സിലെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്ലെയറും സ്ട്രൈക്കറും ഒക്കെ ആയിരുന്നു ഉള്ള സമയം. ഇപ്പൊ ഒരു ക്ലബ് പോലും ഇല്ല. ഈസ്റ്റ് ബംഗാളും കാലുവാരി. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് എനിക്കൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് പുള്ളി തന്നെ ഒന്ന് എന്താണ് അടുത്ത പ്രോസസ്സിനെ പറ്റി ഒന്ന് നല്ല രീതിയിലൊന്ന് ആലോചിക്കാം. കാരണം ഇനി ഭയങ്കര ക്രൂഷ്യലാണ് പുള്ളിയുടെ ഒരു കരിയർ നോക്കുമ്പോൾ ക്രൂഷ്യൽ ഫേസിലാണ് നിൽക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ അർജുൻ ജയരാജ് ചെയ്ത പോലെ ഒരു KPL ക്ലബിലേക്ക് സൈൻ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഒരു മെന്ററായിട്ടൊക്കെ ഇത്രയൊരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ അല്ലേ.
അല്ല, അത്രയ്ക്കും സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു ഐ ലീഗിൽ തന്നെ കളിക്കാൻ. ആ അതെ അതെ അതെ, ഐ ലീഗ്. കാരണം ഇപ്പൊ മിഡ് സീസണിൽ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു സമയത്ത് ഇനി ഏത് ക്ലബാണ്, അൺലെസ് ആൻഡ് അണ്ടിൽ ഏതെങ്കിലും ഒരു പ്ലെയർ ഇഞ്ചേർഡ് ആയി കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ പുള്ളിക്ക് പോകാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഒരു സമയത്ത് എനിക്ക് അറിഞ്ഞൂടെ ഏത് ക്ലബ്ബ് കെവിൻ എടുക്കുന്നത്. കാരണം വേജസും നല്ല ഹൈ ആണ്. അല്ല, അത് നമുക്ക് ഹരി എടുത്ത് ചോദിക്കാം. ഹരി കുറച്ചും കൂടി ഇതാണ്. ഹരി, എന്താണ് അഭിപ്രായം? അത് തന്നെ ഈ ഒരു ഒന്നാമത് ഇപ്പൊ വേറൊരു ക്ലബ്ബ് എടുക്കുകയാണെങ്കിൽ തന്നെ അവർ ആ ഒരു ഡിസിഷൻ ജനുവരി 31 മുന്നേ എടുക്കണം. കാരണം അന്ന് രാത്രിയാണ് വിന്റർ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് സൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, അത് എസ്പെഷ്യലി ISL മാത്രമല്ലേ? അല്ലല്ല, ഇന്ത്യൻ ഫുട്ബോളില് ഈ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുന്നത് 2 ലീഗ്സിനും കോമൺ ആണ്. ഒരേ ദിവസം തുടങ്ങി ഒരേ ദിവസം അവസാനിക്കുന്ന ഒരു ഇതാണ്. കാരണം 2 ലീഗിനും 2 ട്രാൻസ്ഫർ വിൻഡോ വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം അവരുടെ ഇടയിലും പ്ലെയർ എക്സ്ചേഞ്ച് ഒക്കെ നടക്കും. അവരുടെ ഇടയിലാണല്ലോ മോസ്റ്റ് പ്ലെയർ എക്സ്ചേഞ്ചസ് നടക്കുന്നത്. നമ്മൾ ഫോറിൻ പ്ലേയേഴ്സ് എടുത്തില്ലെങ്കിൽ ബാക്കി എന്താ പറയാ, ഈ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് പ്ലേയേഴ്സ് അതൊക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ ഇടയിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പൊ 2 ട്രാൻസ്ഫർ വിൻഡോ വെക്കുന്നതിൽ വലിയ ഫീസിബിലിറ്റി അല്ലാത്തതുകൊണ്ട് തന്നെ 2 പേർക്കും ഒരേ ട്രാൻസ്ഫർ വിൻഡോ ആണ്. അല്ല, ഐ ലീഗ് തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഐ ലീഗ് തുടങ്ങിയിട്ടില്ല. പക്ഷെ ഐ ലീഗ് ഇത്തവണത്തെ ഒരു എക്സെപ്ഷണൽ കേസ് മാത്രമാണ്. ഇത്തവണ കോവിഡ് കാരണം ഐ ലീഗ് തുടങ്ങാത്തതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഐ ലീഗിന്റെ ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ അവസാനമായിരുന്നു. അത് നടക്കാത്തതുകൊണ്ടാണ് നവംബറിലോട്ട് മാറ്റിയത്. നവംബർ നടക്കാത്തതുകൊണ്ട് ഡിസംബറിലോട്ട് മാറ്റി. ഡിസംബർ നടക്കാത്തതുകൊണ്ടാണ് ജനുവരിയിലോട്ട് മാറ്റിയത്. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം സാധാരണ ഒരു റെഗുലർ സീസൺ പോലെ തന്നെയാണ് ഐ ലീഗ്. അപ്പൊ അതിലൊന്നും മാറ്റമില്ല. പക്ഷെ ഇത്തവണത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഐ ലീഗ് ജനുവരി 9 തുടങ്ങും. പക്ഷെ എന്നാലും അവർക്ക് എന്താ പറയാ, ഇതുപോലെ ഐ ലീഗ് ക്ലബ്സിന് ഏതെങ്കിലും കീപ് സ്ട്രൈക്കിംഗ് പൊസിഷൻസിലെ ഫോർവേഡ്സിനൊക്കെ ഇഞ്ചേർഡ് ആയാലേ വിനീതിനെ എടുക്കാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഈ വിനീതേട്ടന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നില്ല. ആള് ഒരുപാട് ടോപ്പ് ലെവൽസിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനും ചെന്നൈയിനും ബംഗളൂരു എഫ്സിക്കും ഇപ്പൊ ഈസ്റ്റ് ബംഗാളിനും ഒക്കെ കളിച്ച പ്ലെയർ ആണ്. എത്രയോ വർഷങ്ങളായിട്ട് ISL, അതായത് ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ കളിക്കുന്ന പ്ലെയർ ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഡിസേർവഡ്ലി ഒരു ഹൈ സെറ്റ് ഓഫ് വേജസ് ആണ്. അത് മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് വേണം പറയാൻ മിക്ക ഐ ലീഗ് ക്ലബ്സിന്. ഇപ്പോ എനിക്ക് ഉള്ള ഒരു ഇൻഫർമേഷൻ എടുക്കുകയാണെങ്കിൽ CK വിനീതിന്റെ കാര്യം മാറ്റി വെച്ചാല് നമ്മുടെ മുഹമ്മദ് ഇർഷാദിനെയും ഈസ്റ്റ് ബംഗാൾ റിലീസ് ചെയ്തല്ലോ. അപ്പൊ മുഹമ്മദ് ഇർഷാദിന് ഇതുപോലെ ഐ ലീഗ് ക്ലബ്സിൽ നിന്ന് ഓഫർ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളുടെ ഒരു ക്ലോസ് കണക്ഷൻസിനെയൊക്കെ സമീപിച്ചപ്പോ അവര് പറഞ്ഞത് ഇർഷാദിന്റെ കേസിൽ പോലും വേജ് ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ എന്തായാലും അൺഡൗട്ടഡ്ലി നോ ഡിസ്റെസ്പെക്ട് ടു ഇർഷാദ്, പക്ഷെ അൺഡൗട്ടഡ്ലി വിനീതേട്ടൻ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒരു ലെവൽ മുകളിലുള്ള പ്ലെയർ ആണ്, എസ്പെഷ്യലി കൺസിഡറിങ് ആളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോ വേജ് ആണ് ഇവിടുത്തെ ഒരു പ്രശ്നം. പിന്നെ ക്ലബ്സിന് തീരുമാനിക്കാൻ വളരെ കുറച്ച് സമയം. അതുകൊണ്ട് ഈ വിനീതേട്ടൻ ഇപ്പൊ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളതിന് ഒരു ഉത്തരം, നമുക്ക് സോളിഡ് ആയിട്ട് ഒരു ഉത്തരം കിട്ടണമെങ്കിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരെ വെയിറ്റ് ചെയ്യണം. ഒരുപാട് സമയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ ആ സമയത്ത് ഓപ്പൺ ആവുമല്ലോ. അപ്പൊ ഇനി ഒരു 5-6 മാസം വെയിറ്റ് ചെയ്താൽ അതിനുള്ള ഉത്തരം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത് അരുൺ അലക്സ് ആണ്. അരുൺ അലക്സ് ചോദിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ഇൻ വിച്ച് വി ക്യാൻ ഗ്രൂം ഗുഡ് ഇന്ത്യൻ സ്ട്രൈക്കേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് വിവേക് ബ്രോന്റെ അടുത്ത് പോവാം. ഇത് ആക്ച്വലി ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഇറക്കുന്ന ഞങ്ങളുടെ ഫസ്റ്റ് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടോപ്പിക് തന്നെയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോവാം. ബ്രോ, ഇതിൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച ഒരു വിഷയം പറഞ്ഞാൽ 3+1 അല്ലെങ്കിൽ ഒരു റിസർവ് ലീഗ്. നമ്മുടെ സൈഡിൽ നിന്നുള്ള സൊല്യൂഷൻ ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. എന്താ കമ്പൾസറി ആയിട്ട് എല്ലാ ISL ക്ലബ്സും പറ്റുമെങ്കിൽ ഐ ലീഗ് ക്ലബ്സും റിസർവ് ലീഗ് കളിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക.
അതൊരു റിസർവ് ടീം തന്നെ ഉണ്ടാക്കുക, ഐ ലീഗ് ആയാലും ISL ആയാലും. പിന്നെ ഈ 3+1 വരുമ്പം 3+1 വരുമ്പം പോലും ഒരു പൊസിഷൻ നേരത്തെ പറഞ്ഞ പോലെ സെന്റർ ബാക്ക് ഇതിലോട്ടാണ് പോകുന്നത്. എന്നാൽ പോലും ഈ സ്ട്രൈക്കറ അല്ലെങ്കിൽ അതുപോലെ ഒരു ഗെയിം ചേഞ്ചിങ് പൊസിഷനിൽ ഒരു പ്ലെയറിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഒരു ലോങ് പ്രോസസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് ഒരു സ്പെസിഫിക് സൊല്യൂഷൻ ഉണ്ടോ എന്ന് എനിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഓക്കെ, അരുൺ എൻ്റെ ഒരു ഇതിൽ മറ്റേ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് കേൾക്കുക, അതിൽ ഞങ്ങൾ ക്ലിയർ ആയിട്ട് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പ്രശാന്തിൻ്റെ അടുത്ത് നിന്നാണ്. പ്രശാന്ത് ചോദിച്ചേക്കുന്നത്, സജസ്റ്റ് എ ഗുഡ് പിരമിഡ് ഫോർ കേരള ലീഗ്സ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ആൻഡ് ഹൗ ക്വാളിഫിക്കേഷൻ ടു ഫസ്റ്റ് ഷെയർ ഷുഡ് ഹാപ്പൻ ആൻഡ് ചേഞ്ചസ് റിക്വയർഡ് ഇൻ ദ കറക്റ്റ് ടോപ്പ് ഡിവിഷൻ KPL. ഇത് സെയിം ആണ്, RKB ചോദിച്ച സെയിം, പിന്നെ ഷർഹദും ചോദിച്ചത് സെയിം ആണ്. ഇത് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ടോപ്പിക്കായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചേക്കുന്നത് PRNVMNN എന്ന് പറഞ്ഞ ആളാണ്. പുള്ളി ചോദിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻ ഒപ്പീനിയൻ ഓൺ പ്രശാന്ത് പ്ലേയിങ് RB ആൻഡ് ഹൗ രാഹുൽ കുഡ് ബി എ ഗുഡ് സ്ട്രൈക്കർ. ഇത് ഞാൻ തന്നെ ആൻസർ ചെയ്യാം. പ്രശാന്ത് RB കളിക്കുന്നത് ഞാൻ വിസന്റയുടെ ഇതിലാണെന്ന് തോന്നുന്നു. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രശാന്ത് RB കളിക്കുന്നതിൽ ഒരു ഓപ്ഷൻ തന്നെയാണ്. അത് എന്ന് പറഞ്ഞ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്തിൻ്റെ ഒരു ഫൈനൽ ഡെലിവറി കുറവാണ്. നമ്മൾ ഫുൾ ബാക്കായിട്ട് കളിക്കുമ്പോൾ നമുക്ക് നല്ല ക്രോസസ് വരണം. പ്രശാന്തിൻ്റെ ഒരു ഫൈനൽ കൺവേർഷൻ, അതായത് ഡെലിവറി പ്രോസസ്സ്, അത് പ്രശാന്ത് മെച്ചപ്പെടുത്തേണ്ടതാണ്. പക്ഷെ വർക്ക് റേറ്റ് നല്ലതാണ്. പിന്നെ പ്രശാന്ത് വേറൊരു ഇത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശാന്ത് ഡിഫെൻസീവ്ലി കുറച്ചും കൂടി സൗണ്ട് ആവണം. ചില റൺസൊക്കെ പ്രശാന്ത് മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു 30 മിനിറ്റ്സ് ഒക്കെ പ്രശാന്തിനെ RB ആയിട്ട് കളിപ്പിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. ഒരു 90 മിനിറ്റ്സ് ആകുമ്പോൾ അത് പ്രശാന്ത് ഈ ഞാൻ പറഞ്ഞ രണ്ട് ഇത് ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ രാഹുൽ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ രാഹുലിൻ്റെ ഹൈറ്റ് ഇതിൽ പ്രശ്നമാണ്. പക്ഷെ രാഹുൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആരോസിന് വേണ്ടിയിട്ട്. അത് രാഹുൽ ഒരു നല്ല സ്ട്രൈക്കർ, അതായത് ഒരു ഹൈറ്റുള്ള നല്ല സ്ട്രൈക്കർ ഫ്രണ്ടിൽ കളിക്കുകയാണെങ്കിൽ രാഹുൽ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കും. രാഹുൽ ഭയങ്കര വെർസറ്റൈലാണ്. രാഹുലിന് ലെഫ്റ്റ് വിങ് കളിക്കാം, റൈറ്റ് വിങ് കളിക്കാം, സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കാം, റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് കളിക്കാം. ഇതൊക്കെ കളിച്ചിട്ടുണ്ട് രാഹുൽ ഭയങ്കര വെർസറ്റൈലാണ്. അതുകൊണ്ട് രാഹുലിന് ഒരു മെയിൻ ST ആയിട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. അത് രാഹുൽ ഒരു ഇൻസൈഡ് ഫോർവേഡായിട്ട് ഡെവലപ്പ് ആവട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാം ചോദിച്ചേക്കണം, ഇഫ് യു കുഡ് ക്രിയേറ്റ് ആൻ ആൾ കേരള 11 വാട്ട് വുഡ് ബി ദ ലൈനപ്പ്. ഇതും നമ്മൾ സെയിം ആയിട്ട് അടുത്ത ബ്രോഡ്കാസ്റ്റിൽ ഒരു ടോപ്പിക്കായിട്ട് എടുത്ത് ഞങ്ങൾ ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോൾ ഒരു ആൾ കേരള 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം വരും, വിവേക് ബ്രോയുടെ വരും, ഹരിയുടെ വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അത് ഒരു ടോപ്പിക്കായിട്ട് ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിൽ നിന്ന് എടുത്താണ്. അവർ ചോദിച്ചിരിക്കുന്നത്, ടോക്ക് അബൌട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടീംസ് ഇൻ കേരള, their pros, cons and Rahul Raj issue. അത് നമുക്ക് ഹരിയുടെ അടുത്ത് പോവാം. ഹരി ആൻസർ ചെയ്യട്ടെ. ഇപ്പൊ ഫുട്ബോൾ ഡെവലപ്മെന്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇത്തിരി ടഫല്ല, പക്ഷെ എന്താ പറയാ, വേണമെങ്കിൽ സെൻസിറ്റീവ് എന്ന് പറയാം. കാരണം ഒരുപാട് ആംഗിൾസിൽ നിന്നും ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്തതിന് ശേഷം ഒരു സൊല്യൂഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. അപ്പൊ രാഹുൽ രാജിനെ പറ്റി പറയാനാണെങ്കിൽ അതായത് കേരള ഫുട്ബോൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന മിക്കവർക്കും അറിയാം, രാഹുൽ രാജ് കേരള സന്തോഷ് ട്രോഫി വിന്നിംഗ് ക്യാപ്റ്റൻ ഒക്കെയാണ്. എന്താണ് പറയാ, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. പക്ഷേ രാഹുൽ രാജിന്റെ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് കാരണം രാഹുലിന് പ്രൊഫഷണൽ ആയിട്ട് ഫുട്ബോൾ പെർസ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ എക്സിസ്റ്റിംഗ് ആണ്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാന്നൊക്കെ ഉള്ളത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ രാഹുൽ രാജുമായിട്ട് എനിക്ക് കണക്ഷൻ ഇല്ലെങ്കിലും ഇതേ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന മറ്റു ഫുട്ബോളേഴ്സുമായിട്ട് ഇതിനു മുമ്പും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ കേട്ടിട്ടുള്ള, അതായത് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോ അവർക്ക് ഈ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു ജോലി കൊടുക്കുന്നതിലൂടെ അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോ അതേ അങ്ങനെ ആ ഒരു ഓഫർ സ്വീകരിക്കുമ്പോ ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒരു ബോൺസ് ഒക്കെ സൈൻ ചെയ്യിപ്പിക്കും. അപ്പൊ ആ ബോൺസ് പ്രകാരമാണ് അവിടെ തന്നെ കളിക്കുക, അവിടെ അവരുടെ ടീമിന് വേണ്ടി മാത്രം കളിക്കുക, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ അത്തരം ബോൺസിലാണ് വരുന്നത്. ഇവരുടെ ബോൺസ് ഒക്കെ സൈൻ ചെയ്യുമ്പം പ്ലേയേഴ്സ് ഒക്കെ ലീഗലി ബൗണ്ട് ആണ് ആ എന്താ പറയാ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഒരിക്കലും എന്താ പറയാ ആ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ഇത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് അന്വേഷിച്ചുകൊണ്ട് ഞാനും ഇതുപോലെ പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ അടുത്തും പോയിട്ടുണ്ട്. അപ്പൊ അതില് ഒരു സെക്ഷൻ പറയുന്നത് എന്താ പറയാ ഞങ്ങളാണ് അവർക്ക് അവരുടെ ഫ്യൂച്ചർ സെറ്റിലാക്കി കൊടുത്തത്, അവർക്ക് പെൻഷൻ കിട്ടുന്ന ജോലികളാണ് അവർക്കിപ്പോ ഉള്ളത്. ജോലി റിട്ടയർ ആയി കഴിഞ്ഞാൽ പെൻഷൻ പറ്റും, അവര് ലൈഫ് ലോങ് സെറ്റിൽഡ് ആവും. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കണ്ടീഷൻ വരുമ്പം നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അവർ ചെയ്യണ്ടേ, അതുകൊണ്ട് നമ്മുടെ ടീംസിന് വേണ്ടി മാത്രം കളിക്കട്ടെ എന്നുള്ളതാണ് സംഭവം. പിന്നെ ഇത്തരത്തില് ചില ഡിപ്പാർട്ട്മെന്റ് ടീംസുകൾ ഒട്ടും ഫുട്ബോൾ കളിക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് മറ്റൊരു സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതിനൊരു ഒരു എളുപ്പം പറയാവുന്ന ഒരു സൊല്യൂഷൻ ഒന്നും പറ്റില്ല. കാരണം അറിയാലോ, എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് സിസ്റ്റം തന്നെ താറുമാറായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ബയോ ബബിളിൽ മാത്രം നടക്കുന്ന ISL-ഉം ഐ ലീഗും, ക്യാൻസൽ ആയ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ നിന്നും ഐ ലീഗിലോട്ട് ഒരു ടീം വരാൻ വേണ്ടി മാത്രം നടത്തിയ ഐ ലീഗ് ക്വാളിഫയേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ ഇരിക്കുന്നത്. അടുത്ത കൊല്ലം അതായത് 2021 കേരള പ്രീമിയർ ലീഗ് നടക്കും. പക്ഷെ അത് ഏത് ലെവലിൽ നടക്കും എന്നുള്ള കാര്യം പോലും ഡൗട്ട്ഫുൾ ആയ സ്ഥിതിക്ക് നമുക്ക് അതിനെപ്പറ്റി ഒന്നും വ്യക്തമായി പറയാൻ പറ്റില്ല. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഡിപ്പാർട്ട്മെന്റ്സിന് കളികളൊന്നും ഇല്ല, അല്ലെങ്കിൽ ടൂർണമെന്റ്സ് ഒന്നും ഇല്ലാതെ ഇപ്പൊ സഫർ ചെയ്യുന്നത്. അതിനൊരു ചേഞ്ച് ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ വരുന്നതായിരിക്കും. അപ്പോ നമ്മൾ കേൾക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അപ്പോ ഈ ഒരു കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം ഈ ചേഞ്ചിന് വെയിറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് ഇപ്പൊ അവരുടെയൊക്കെ ടീംസിലുള്ള പ്ലേയേഴ്സ് എന്ത് ചെയ്യുന്നുള്ള ചോദ്യമാണ്. അപ്പൊ അവരോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇവരാണ് ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ സെക്യൂരിറ്റി മുന്നിൽ കണ്ടുകൊണ്ട് ഇവരുടെ ഓഫേഴ്സ് സ്വീകരിച്ചത്. അപ്പൊ നമുക്കൊരിക്കലും എന്താ പറയാ പ്ലേയേഴ്സിന്റെ ഭാഗത്ത് ഒരു കുറ്റവും ഇല്ല, അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ സംസാരിച്ച ഒരു പ്ലെയർ, ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ആൾക്ക് FC ഗോവയിൽ നിന്നും അതുപോലെ വേറൊരു ഐ ലീഗ് ക്ലബിൽ നിന്നും ഒക്കെ ഓഫേഴ്സ് ഉണ്ടായിട്ടുള്ള പ്ലെയർ ആണ്. പക്ഷെ ആളുടെ ഡിപ്പാർട്ട്മെന്റ് ആളെ വിടുന്നില്ല കളിക്കാൻ. അപ്പൊ ഈ FC ഗോവ പോലെ ഒരു ക്ലബൊക്കെ ഓഫറുമായിട്ട് വരുമ്പോ ഫുട്ബോളേഴ്സ് ആണ്, അതായത് ഫുട്ബോൾ കളിക്കണം അല്ലെങ്കിൽ അതാണ് എന്റെ കരിയർ എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഏതൊരു പേഴ്സണാലിറ്റി ആണെങ്കിലും അതിന് മുൻഗണന കൊടുത്തിട്ട് അങ്ങോട്ട് ഒരു ലീപ്പ് എടുക്കാനുള്ള ഒരു സ്റ്റെപ്സ് ആയിരിക്കും ചെയ്യുന്നത്. അതൊരു ഭയങ്കര ഡേഞ്ചറസ് ലീപ്പാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആ ഒരു ലീപ്പ് എടുക്കണം. ആ ഒരു ലീപ്പ് എടുത്താലേ പ്രൊഫഷണൽ ഫുട്ബോളും എന്താ പറയാ ആമച്വർ ഫുട്ബോളും തമ്മിലുള്ള ആ ഒരു ലീപ്പാണ് അതിന്റെ ഒരു വ്യത്യാസം. അപ്പൊ ആ ലീപ്പ് എടുക്കാൻ ആവാത്തിടത്തോളം കാലം ഇതുപോലെ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസും ഒക്കെ ആയിട്ട് പല പ്ലേയേഴ്സും സ്റ്റക്ക് ആയിരിക്കും. എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ചകൾ എനിക്ക് തോന്നുന്നു ഗോഡ്സ് ഓൺ ഫുട്ബോൾ വഴി തന്നെ ചെയ്യാം. ഇതിനെപ്പറ്റി ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടുമ്പോൾ പ്ലേയേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാൻ വിളിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. തൽക്കാലം എന്താ പറയാ ഇതൊരു ജനറൽ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു ആൻസർ കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബാക്കിയെല്ലാം പിന്നീട് ഒരു ദിവസം. അതെ, ഇതൊരു ഇത്ര വലിയ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആകുമ്പോൾ നമുക്കിപ്പോൾ തന്നെ എല്ലാം ഡിസ്കസ് ചെയ്ത് പറയാനുള്ളൊരു ഇതില്ല. അപ്പോൾ നമ്മളിത് ഫ്യൂച്ചറിൽ വീണ്ടും വിസിറ്റ് ചെയ്യാം. ഇതൊരു ഞങ്ങൾക്കായിട്ട് ഇപ്പോൾ ഞങ്ങൾക്കും ഒരു ലിമിറ്റേഷൻസ്, ഞങ്ങളൊരു പോഡ്കാസ്റ്റ് മാത്രമാണ്, ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് മൊത്തത്തിൽ എല്ലാ ഇതും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആരെങ്കിലും വിളിച്ചിരുത്തി ചോദിക്കാനും, ബോത്ത് പ്ലെയേഴ്സ് ആൻഡ് ബോത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇതും പിന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ KFA എല്ലാവരുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഒരു വ്യൂ പോയിന്റ് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ നമുക്കൊരു പോഡ്കാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയൽ മാത്യുവിൻ്റെ അടുത്താണ്.
ജോയൽ മാത്യു ചോദിച്ചേക്കണത്, ഡു യു തിങ്ക് കേരള യുണൈറ്റഡ് FC വുഡ് ക്രിയേറ്റ് മച്ച് ബിഗർ ഇമ്പാക്ട് ദാൻ KBFC ഗോകുലം ബിക്കോസ് ഓഫ് ദ അക്വിസിഷൻ ബൈ ഷെഫീൽഡ് യുണൈറ്റഡ്? ഇപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ തന്നെ ഞങ്ങൾ കേരള യുണൈറ്റഡിൻ്റെ ഇത് ഞങ്ങൾ ക്ലിയർ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് അർജുൻ ജയരാജ് സൈൻ ചെയ്തതിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരള യുണൈറ്റഡ് FC-ക്ക് ഒരു ഇത് ഒപ്റ്റിമിസം നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോഡ്കാസ്റ്റ് റെഫർ ചെയ്യുക, അത് കേട്ടു നോക്കുക. ഇപ്പം ഈ പറഞ്ഞ രണ്ട് ക്ലബിനെയും കാട്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അത് നമുക്ക് കണ്ട് നോക്കാം. ബിക്കോസ് ആദ്യം KPL കളിക്കട്ടെ. ഇപ്പോൾ കേരള യുണൈറ്റഡ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു കളി പോലും കളിക്കാത്ത ക്ലബ്ബാണ്. അപ്പോൾ സൈനിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി KPL കളിക്കട്ടെ, കളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഇത് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഹരി KTP ആണ് ചോദിച്ചേക്കണത്. ഹരി KTP ചോദിച്ചേക്കണത്, ഇൻ ദ Under-17 വേൾഡ് കപ്പ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ, players are creating a bang in Europe now. Why doesn't any Indian from the squad didn't got any call? Is it because of our bad system? അത് എനിക്ക് തോന്നണത് പുള്ളി ചോദിച്ചേക്കണമെന്ന് പറഞ്ഞാൽ Under-17 വേൾഡ് കപ്പ് ഇന്ത്യയിൽ കളിച്ച പ്ലേയേഴ്സൊക്കെ വേൾഡ് സ്റ്റേജിലും യൂറോപ്പ് സ്റ്റേജിലും, അതായത് സാൻജോ, പിന്നെ അർസണലില് സ്മിത്ത്, വിനീസിയസ് ജൂനിയർ. വിനീസിയസ്. എനിക്ക് തോന്നുന്നു വിനീസിയസിനെതിരെ, അതായത് ഒരു ഇന്ത്യ ബ്രസീൽ കളി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കോമൾ തട്ടാലും വിനീസിയസും ഗോൾ അടിച്ചത്. ഇന്ത്യക്ക് വേണ്ടി അടിച്ച കോമൾ തട്ടാല്, ബ്രസീലിന് വേണ്ടി അടിച്ചത് വിനീസിയസ്. ഇപ്പൊ കോമൾ തട്ടാൽ എവിടെ ഇരിക്കുന്നു, വിനീസിയസ് എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു എന്താ പറയാ ഒരു മെയിൻ എക്സാമ്പിള്. അത് പക്ഷേ വേൾഡ് കപ്പ് അല്ലായിരുന്നല്ലോ. വേൾഡ് കപ്പ് അല്ലല്ലോ, വേൾഡ് കപ്പ് അല്ല, പക്ഷെ അതിന് തൊട്ട് മുമ്പത്തെ പ്രാക്ടീസ് മാച്ചോ അങ്ങനെ എന്തോ ആണ് അത്. അത് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണല്ലോ. അപ്പൊ അവരുടെ ഒരു ഫുട്ബോൾ കിസിന് വേണ്ടിയായിരുന്നു അത്. ഗോവയിൽ നടന്ന് കളിയായിരുന്നു അത്. അല്ല, അത് മാത്രമല്ല, ഇന്ത്യക്കെതിരെയല്ലോ. സ്പെയിൻ ആരുടെ കളിച്ചത്? ഇന്ത്യക്കെതിരെ കളിച്ചായിരുന്നോ സ്പെയിൻ? ഇല്ലല്ലോ. ഇല്ല. ഇന്ത്യ കളിച്ചത് USA, കൊളംബിയ, പിന്നെ ഒരു ആഫ്രിക്കൻ രാജ്യം. നൈജീരിയ ആണോ അതോ കാമറൂൺ ആണോ? നൈജീരിയ. അല്ല, ആ രീതിയിൽ തന്നെ കൊച്ചിയിൽ സ്പെയിനിന് വേണ്ടി കളിച്ച ഫെറാൻ ടോറസ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിക്കണം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് കണ്ട കളിയാണ്. ഫെറാൻ ടോറസ് സൈൻ ചെയ്തപ്പോൾ എനിക്ക് ആദ്യം അതാ ഓർമ്മ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് Under-17 വേൾഡ് കപ്പ് കളിക്കണത്. പിന്നെ Under-17 വേൾഡ് കപ്പ് കളിച്ചത് തന്നെ നമ്മൾ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ മേജർ കൺട്രിയിലെ ബിഗ്ഗസ്റ്റ് ടാലൻ്റ് ആയിട്ടൊക്കെ ആയിട്ട് നമ്മുടെ ടാലൻസിനെ കമ്പയർ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ ലോങ് വേ ടു ഗോ. പിന്നെ നോക്കുകയാണെങ്കിൽ ആ Under-17 വേൾഡ് കപ്പ് സ്കോഡിൽ ഉണ്ടായിരുന്ന പല പ്ലേയേഴ്സും ഇപ്പം നമ്മൾ ISL കളിക്കുന്നുണ്ട്. റക്കീപ്പ് കളിക്കുന്നുണ്ട്, നമ്മുടെ ഇവിടെ ജീക്സൺ കളിക്കുന്നുണ്ട്, പിന്നെ വിക്രം പ്രതാപ് സിംഗ് ഇപ്പോൾ മുംബൈ സിറ്റിയിലുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ്. ഗിബ്സൺ സിംഗ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട്. ഗിബ്സൺ സിംഗ് ആ സ്കോഡിൽ ഉണ്ടായില്ല എന്ന് തോന്നുന്നു, അതിൻ്റെ അടുത്ത സ്കോഡിലായിരുന്നു. പിന്നെ അങ്ങനെ ആ Under-17 വേൾഡ് കപ്പ് സ്കോഡിലുള്ളവരൊക്കെ നമ്മുടെ ഓരോരോ ഇതിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ഇതനുസരിച്ച് നമ്മൾ കളിക്കുന്നുണ്ട്. നമ്മൾ ഭാവിയിൽ Under-17 വേൾഡ് കപ്പിന് മെറിറ്റിൻ്റെ ബേസിസിൽ ക്വാളിഫൈ ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓഫേഴ്സ് വരും, ഇത് വരും. ആ ഒരു Under-17 വേൾഡ് കപ്പ് 3 കളിൻ്റെ ബേസിസിൽ ഇവർക്ക് ആർക്കും ഓഫേഴ്സ് വരില്ല. ഓഫേഴ്സൊക്കെ വരണമെങ്കിൽ ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ത്രൂ ഔട്ട് ദ സീസൺ ചെയ്യണം. ഒരു വേൾഡ് കപ്പ് പോലെ അങ്ങനെ ഒരു ഇതിൽ വെച്ച് അങ്ങനെ ഓഫേഴ്സ് വരാൻ ചാൻസ് കുറവാണ്. അല്ല, വെളിയിൽ നിന്നുള്ള ഓഫേഴ്സ് വന്നില്ലെങ്കിലും മിക്ക Under-17 പ്ലേയേഴ്സ് ISL ക്ലബ്സിന് വേണ്ടി കളിക്കുന്നില്ലേ? അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയാണെന്ന് എന്റെ ഒരു അഭിപ്രായം. അതെ. അല്ല, പുള്ളി ചോദിച്ചത് സാൻജോയുടെയും സ്മിത്തിന്റെ ഒക്കെ പോലെ അങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. കമ്പയർ ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ജിനു കണ്ണൻ PS എന്ന് പറഞ്ഞ പുള്ളിയാണ്. പുള്ളി ചോദിച്ചേക്കുന്നത് വാട്ട് ഹാപ്പൻ ടു അവർ KBFC ജൂനിയർ ടീം, എനി ഐഡിയ അബൌട്ട് ദിയർ പ്ലേയിങ് ഓപ്ഷൻസ് while considering current uncertainties likely happen any kind of footballing tournament, will it be a loss for them? ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ ഹരിയെടുത്ത് തന്നെ പോവാം. ഹരി, എന്താ സംഭവിക്കുന്നത്? വല്ലതൊക്കെ നടക്കൂ? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാത്രമല്ല, മിക്ക ലീഗ് ക്ലബുകളുടെ ആയാലും ISL ക്ലബുകളുടെ ആയാലും റിസർവ് ടീമുകളും സെക്കൻഡ് ടീമുകളും ഡെവലപ്മെന്റൽ ടീമുകളും ഒക്കെ ഒരു ഇനാക്റ്റീവ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അത് ക്ലബുകളുടെ ആരുടെയും മിസ്റ്റേക്ക് അല്ല. മെയിൻ ആയിട്ടും കോവിഡ് തന്നെയാണ് ഇവിടെ വില്ലൻ. നമുക്കറിയാലോ, ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കാൻ തന്നെ എന്തോരം പാടാണ് FSDL-ഉം AIFF-ഉം ഒക്കെ പെടുന്നതെന്ന്. അതുപോലെ ലീഗ് നടത്താനും ഒരുപാട് കോംപ്ലിക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4 തവണയോളം ഡേറ്റ് മാറ്റിവെച്ചാണ് ഇപ്പൊ ലീഗ് ജനുവരിയിൽ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് ടീമുകൾ, അതായത് മെയിൻ ടീമുകൾക്ക് തന്നെ ഇത്രയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ട്രബിൾസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അവരുടെ ഷെഡ്യൂളിങ്ങിലും ഒക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ ISL അല്ലെങ്കിൽ ലീഗ് ക്ലബുകളുടെ യൂത്ത് ടീംസിനും ഡെവലപ്മെന്റൽ ടീംസിനും ഒരു സ്പേസ് കിട്ടുന്നില്ല. അത് സമയം ഉണ്ടാക്കണം, സാഹചര്യം ഉണ്ടാക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ലബ്സ് അതിലോട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുന്നതും സ്വാഭാവികമാണ്. ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയാണ് പ്രത്യേകം ചോദ്യം ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അവരിപ്പോഴും മറ്റു ക്ലബ്സിനെ പോലെ തന്നെ ഒരു ഇനാക്റ്റീവ് സ്റ്റേറ്റിലാണ് അവരുടെ ജൂനിയർ ടീംസ് എല്ലാം. പക്ഷെ പ്ലേയേഴ്സ് ഒക്കെ സെൽഫ് ട്രെയിനിങ്ങിലാണ്. ചില പ്ലേയേഴ്സ് ഒക്കെ ആയിട്ട് എനിക്ക് പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവര് പറയാറുണ്ട് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, വല്ലപ്പോഴും അവര് 2-3 പ്ലേയേഴ്സ് ഒക്കെ ഒരുമിച്ച് കണ്ടിട്ട് ഗ്രൂപ്പ് സെഷൻസ് നടത്താറുണ്ട്. പക്ഷെ അതല്ലാതെ ടീം വൈസ് സെഷൻസ് ഒന്നും നടക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ ഒരു എന്താ പറയാ, യങ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ അക്കാഡമി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ വരുന്ന മാസങ്ങളിൽ ആ ഒരു കേസിൽ എന്താ പറയാ, കോവിഡും കൂടെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു ഡെവലപ്മെന്റ് കാണാൻ പറ്റുമായിരിക്കും. കുറെ കൂടെ യങ്സ്റ്റേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ അക്കാഡമി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എന്താ പറയാ, പുതിയ ടീംസിനെ, പുതിയ യങ് അണ്ടർ അതായത് ഓരോ ഏജ് ഗ്രൂപ്പ് ടീംസിനെ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ ഡെവലപ്മെന്റ്സ് നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷെ ആസ് ഓഫ് റൈറ്റ് നൗ ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഗോഡ്സ് ഓൺ ഫുട്ബോളിന്റെ മലയാളം പോഡ്കാസ്റ്റിന്റെ 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, നമ്മൾ മനഃപൂർവ്വം എന്താ പറയാ ഒഴിവാക്കിയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നോങ്ഡാംബ നോരം സുബാഘോഷ് ATK മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ സിറ്റുവേഷൻ ആണ്. അതിനെ പറ്റിയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഇപ്പോഴത്തെ റിസൾട്ട്സോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു സംഭവം അതായിരിക്കും. നോങ്ഡാംബയെ തിരിച്ചു കിട്ടുമോ, അതോ സുബാഘോഷിനെ നഷ്ടമാകുന്ന സാഹചര്യമാണോ? പക്ഷെ അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ച് കവർ ചെയ്യാത്തത്, അതിനെപ്പറ്റി വ്യക്തമായ ഇൻഫർമേഷൻ ഒന്നും ഇപ്പോഴും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോ ഞാനായാലും അല്ലെങ്കിൽ മാർക്കസ് മർഗുലാവോ ആയാലും നമ്മളെ കൊണ്ട് അറിയാവുന്ന സോഴ്സസ് വഴിയെല്ലാം ഇൻഫർമേഷൻ ലഭിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് സഹകരണം കിട്ടുന്നില്ല. കാരണം ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്. മാത്രമല്ല ഒരുപാട് ആലോചിച്ച് ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് വളരെ വളരെ ബുദ്ധിപൂർവ്വം നീങ്ങേണ്ട ഒരു എന്താ പറയാ പ്രോസസ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ആയാലും ATK മോഹൻ ബഗാൻ ആയാലും ഇരു കൂട്ടരും നല്ല രീതിയിൽ ആലോചിച്ച് ആയിരിക്കും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡെവലപ്മെന്റിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അപ്പൊ അതൊക്കെ വന്നതിന് ശേഷം നമുക്ക് പറ്റിയാൽ ഒരു പുതിയ എപ്പിസോഡ്, ഒരു സ്പെഷ്യൽ എപ്പിസോഡോ അല്ലെങ്കിൽ ഒരു ഫുൾ എപ്പിസോഡിലോ നമ്മൾ ഇതിനെപ്പറ്റിയും ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു ചോദ്യം വന്നത് KPL-ന്റെ ട്രെയിനിങ്ങും KPL-ന്റെ അതുപോലെ എന്താ പറയാ ടീംസിന്റെ പ്രിപ്പറേഷനും ഒക്കെ പറ്റി ആണ്. അപ്പോ കേരള പ്രീമിയർ ലീഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഡേറ്റ് ഫിക്സ് ആയി ഏകദേശം വന്നിട്ടുണ്ട്. April May സമയത്താണ് കേരള പ്രീമിയർ ലീഗ് നടക്കുക. പക്ഷെ മറ്റു ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല. 10-12 ടീംസ് മത്സരിക്കുമെന്നും വ്യക്തമാണ്. അതിൽ ചിലതൊക്കെ ഉൾപ്പെടും. ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ്സ് ടീമും അതുപോലെ ഗോകുലം കേരള FC-യുടെ റിസർവ്സ് ടീമും കേരള യുണൈറ്റഡും ലൂക്ക സോക്കർ ക്ലബും പിന്നെ അതുപോലെ
സ്പോർട്സ് അക്കാഡമി തിരൂറും ഒക്കെ മത്സരിക്കും. പക്ഷെ എന്നാലും മുഴുവൻ ലിസ്റ്റ് ഇതുവരെ ലഭ്യമല്ല. എത്ര ടീം മത്സരിക്കും, അവരുടെ ലീഗിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോഴും അവൈലബിൾ അല്ല. അതുപോലെ ബയോ ബബിൾ ആയിരിക്കും നടത്തുന്നത്, അല്ല ഹോം അവേ സിസ്റ്റം ആയിരിക്കും. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനിരിക്കുന്നു കേരള പ്രീമിയർ ലീഗിനെ പറ്റി. എന്നാലേ നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായൊരു പിക്ചർ നമ്മുടെ ലിസണേഴ്സിന് നമുക്ക് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കേരള പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട മിക്ക ക്വസ്റ്റ്യൻസും നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും നിരാശപ്പെടരുത്. കാരണം കേരള പ്രീമിയർ ലീഗിനെ പറ്റി ഇനിയും ഡീറ്റെയിൽസ് ലഭ്യമാകുമ്പോൾ നമ്മൾ തീർച്ചയായും നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതും കവർ ചെയ്യുന്നതായിരിക്കും മറ്റൊരു എപ്പിസോഡിൽ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഗോഡ്സ് ഓൺ ഫുട്ബോൾ മലയാളം പോഡ്കാസ്റ്റിന്റെ 2ാമത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും സ്പോട്ടിഫൈയിലും നിങ്ങളുള്ള എല്ലായിടത്തും ഞങ്ങളുണ്ട്. അപ്പോ ഞങ്ങളുടെ പ്രസൻസ് നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അതുപോലെ നമ്മുടെ ട്വിറ്ററിലും ഒരു ഫോളോ ബട്ടൺ ഒക്കെ ഉള്ളത് ഞെക്കുക, ഞങ്ങളുടെ ട്വീറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്, നമ്മുടെ സ്പോട്ടിഫൈയിലും നമ്മുടെ യൂട്യൂബിലും ഇറക്കുന്ന പോഡ്കാസ്റ്റുകളും പോഡ്കാസ്റ്റിന്റെ എപ്പിസോഡ്സും വളരെ ക്ലോസ് ആയി ശ്രദ്ധിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ പോഡ്കാസ്റ്റ് എല്ലാം കേൾക്കുക, ലൈക്ക് ചെയ്യുക, അത് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകളോടുകൂടി ഞങ്ങൾ ഇനിയും കൂടുതൽ ഇൻഫോർമേറ്റീവ് കണ്ടന്റുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും ബൈ, ടേക്ക് കെയർ.